കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമ്മൾ അടുത്തു വരുമ്പോൾ വളരെ അനുതാപത്തോടെ നമ്മൾ അടുത്തു വരേണ്ടുന്നതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഈ ദുഷ്ടലോകത്തിലാണ് ആയിരിക്കുന്നത്, പാപലോകത്തിലാണ് ആയിരിക്കുന്നത്. പിശാച് നമുക്കെതിരാണ്, ലോകം നമുക്കെതിരാണ്, നമ്മുടെ ജഡം നമുക്കെതിരാണ്. എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ അനുതാപത്തോടെ നമ്മൾ വരേണ്ടുന്നതിൻ്റെ ആവശ്യകതയുണ്ട്. മാനസാന്തരത്തോടെ വരേണ്ടുന്നതിൻ്റെ ആവശ്യകതയുണ്ട്. രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ നമുക്കതിൻ്റെ ആവശ്യകതയുണ്ട്. ആ തേജസ്സിൻ്റെ അനുഭവം നമ്മൾ ആസ്വദിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ നമ്മെ വിളിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ മഹത്വം പ്രാപിപ്പാനാണ്. അത് ഈ ലോകത്തിലും വരും ലോകത്തിലും ദൈവമക്കൾക്കുള്ളൊരു അനുഗ്രഹമാണ് കർത്താവിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളിവിടെ ഇന്ന് നമ്മൾ വാക്യപ്രതിവാക്യമായിട്ട് വായിച്ച 51 സങ്കീർത്തനത്തിൻ്റെ ശീർഷകം നമ്മൾ വായിക്കുമ്പോൾ അത് എഴുതേണ്ടുന്നതിൻ്റെ കാരണം നമുക്കതിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. അവൻ ബത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ശീർഷകത്തിൽ തന്നെ ഈ സങ്കീർത്തനം എഴുതേണ്ടുന്നതിൻ്റെ കാരണം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദ് ഒരു പാപം ചെയ്തതിനനന്തരം ഒരു പ്രവാചകൻ വന്ന് ദാവീദിൻ്റെ പാപത്തെ എന്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. നാഥാൻ പ്രവാചകന്റെ വാക്കുകൾക്ക് മുമ്പിൽ, അല്ലെങ്കിൽ മുൾമുന പോലുള്ള ചില വാക്കുകൾക്ക് മുമ്പിൽ അതുവരെ ഉറങ്ങിക്കിടന്ന രാജാവിൻ്റെ മനസാക്ഷി ഉണർത്തപ്പെടുന്നു. എന്നാൽ ഉണർത്തപ്പെട്ടതിനനന്തരം ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു, അനുതപിച്ച് മാനസാന്തരപ്പെടുന്ന ഒരു സങ്കീർത്തനമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ 2 ശമൂവേലിൻ്റെ പുസ്തകം 11, 12 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ പാപക്ഷമയ്ക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്കുള്ള ഒരു മാതൃകയാണ് ഈ 51 സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പാപിയായ മനുഷ്യൻ, പാപത്തിൽ വീണുപോയ മനുഷ്യൻ പാപം ഏറ്റുപറയേണ്ടുന്നതിനുള്ള ആവശ്യകതയും അതിന് ഊന്നൽ നൽകുകയും ചെയ്യുന്ന ഒരു അധ്യായമാണ് 51 സങ്കീർത്തനം. അതിൻ്റെ 1 വാക്യത്തിൽ വരുമ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ വിളിക്കുന്നു, ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അപ്പോൾ ദൈവത്തിന് നമ്മളോട് കൃപയുണ്ടാകേണ്ടുന്നതിന് ദൈവത്തിൻ്റെ ദയയിൽ എന്ത് ചെയ്യാണ്, താൻ ആശ്രയിക്കാം. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണം. ഹല്ലേലൂയ. ഒരു പേപ്പറിൽ മഷി കൊണ്ടോ പെൻസിൽ കൊണ്ടോ എഴുതിയിരുന്നാൽ ആ എഴുത്തിനെ മായ്ച്ചു കളയാൻ ഒന്നിൽ എറേസറായിട്ട് റബ്ബർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ വൈറ്റ്നർ എന്ത് ചെയ്യുന്നു, ഉപയോഗിച്ച് അതിനെ എന്ത് ചെയ്യുന്നു, മായ്ച്ചു കളയുന്നത് പോലെ ദൈവസന്നിധിയിൽ ദൈവം മായ്ച്ചു കളയേണ്ടുന്നതിന് താൻ ആശ്രയിക്കുന്ന എന്താണ്, ദൈവത്തിൻ്റെ കരുണ എന്ന എന്താണ്, ആ മായ്ച്ചു കളയുന്ന അനുഭവത്തെ താൻ ആശ്രയിക്കുന്നു. നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ഈ എഴുതപ്പെട്ടിരിക്കുന്ന ഈ ശിക്ഷാവിധി എഴുതപ്പെട്ടിരിക്കുന്ന പാപത്തിന് എന്തുണ്ട്, ശിക്ഷാവിധിയുണ്ട്. ദൈവസന്നിധിയിൽ നിന്ന് അതിനെ എന്ത് ചെയ്യണമേ, നീ മായ്ച്ചു നീ അതിനെ കഴുകിക്കളയണം. ഹല്ലേലൂയ. എൻ്റെ ലംഘനങ്ങളെ നീ എന്ത് ചെയ്യണമേ, മായ്ച്ചു കളയണമേ. അപ്പോൾ പാപക്ഷമ എന്ന് പറയുന്നത് മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് ദൈവത്തിൻ്റെ കരുണയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. എഫേഷ്യൻസ് 2 അധ്യായം 4-5 വാക്യം നമ്മൾ വായിക്കുമ്പോൾ കരുണാസമ്പന്നനായ ദൈവമോ, ഉണ്ടോ, അവിടെയും പറയുന്നത് കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ
ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ കർത്താവിൻ്റെ കരുണയിൽ നമ്മോട് വെളിപ്പെടുത്തിയ മഹാസ്നേഹം നിമിത്തം അതെല്ലാം നീക്കിക്കളഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ജീവിച്ചിരിക്കുന്നു, ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിൽ ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ വന്നു ഭവിച്ച എന്തോ ഒരു വിഷയമായിരുന്നാലും കഴുകൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥന വളരെ പ്രധാനമാണ്. തൻ്റെ തെറ്റുകളുടെ രേഖ മുഴുവനും ദൈവസന്നിധിയിൽ എന്തുണ്ട്? അതിൻ്റെ രേഖ ഉണ്ട്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ എന്ത് ചെയ്തേ? വിളിച്ചു പറഞ്ഞത്. നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞത് ദൈവസന്നിധിയിൽ ആ രേഖ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ തനിക്ക് ആ ബോധ്യമുണ്ടായിട്ട് വേറെ കഴിവുകളൊന്നും പറയുകയില്ല. താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റത്തെ എന്ത് ചെയ്യുന്നു? സമ്മതിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ എഴുത്ത് എന്ത് ചെയ്യണമേ? മായ്ച്ചു കളയണമേ. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ പാപത്തെ മായ്ച്ചു കളയുവാൻ ഹല്ലേലൂയ യേശുവിൻ്റെ രക്തം മതിയായതാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:7 യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദാവീദിന്റെ കാലഘട്ടത്തിൽ ഇപ്രകാരമുള്ള ഒരു പാപമോചനത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉറവ അന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവസന്നിധിയിൽ താൻ നിലവിളിക്കുന്നു. താൻ ആവശ്യപ്പെടുകയാണ്, എന്നെ നന്നായി കഴുകണം. ആദ്യം വായിച്ചു ഹല്ലേലൂയ, എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണം. ദൈവസന്നിധിയിൽ കണക്കെന്ത് ചെയ്യരുതേ? വയ്ക്കരുതേ, മായ്ച്ചു കളയണം. രണ്ടാമത് പറയുന്നു, എന്നെ നന്നായി കഴുകണമേ എന്നാണ്. നന്നായി കഴുകിയിട്ട് എൻ്റെ അകൃത്യം എന്ത് ചെയ്യണമേ? എന്നിൽ നിന്ന് പോക്കണമേ. നാലാമത് പറയുന്നത് എന്താണ്? എൻ്റെ പാപത്തെ എന്നിൽ നിന്ന് എന്ത് ചെയ്യണമേ? നീക്കണമേ. അഞ്ചാമത് പറയുന്നത് എന്നെ വെടിപ്പാക്കണമേ. ഇത്രയാണ് ആ ദൈവസന്നിധിയിൽ ആവശ്യപ്പെടുന്നത്. അതിനുള്ള മാർഗം എന്ത് തന്നെ ആയിരുന്നാലും ഞാനത് സഹിക്കാൻ തയ്യാറാണ്. നിത്യമായ ശിക്ഷാവിധിയിൽ അകപ്പെടുന്നതിനേക്കാൾ ഈ ലോകത്തിൽ വച്ച് ഹല്ലേലൂയ എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചുകൊണ്ട് എന്നെ കഴുകേണ്ടുന്നതിന് വേണ്ടി, എൻ്റെ അകൃത്യങ്ങൾ എന്നിൽ നിന്ന് നീക്കിക്കളയേണ്ടുന്നതിന് വേണ്ടി, എന്നെ വെടിപ്പാക്കേണ്ടുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ തന്നെ ഏൽപ്പിക്കുകയാണ്. മാർഗം ഏത് തന്നെ ആയാലും അത് സ്വീകരിപ്പാൻ ഞാൻ തയ്യാറാണ്. ഒരുപക്ഷെ കഷ്ടതയായിക്കൊള്ളട്ടെ, ഏതൊരു രീതിയിലുള്ള ശോധനയായിക്കൊള്ളട്ടെ, അത് തീ പോലുള്ളൊരു വിഷയമായിരുന്നാലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിഷയത്തിൽ നിന്ന് എന്നെ എന്ത് ചെയ്യണമേ? സമ്പൂർണമായി വിടുവിക്കുകയും അതിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് എന്നെ എന്ത് ചെയ്യണമേ? രക്ഷിക്കുകയും ചെയ്യണമേ എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണത്തെ അല്ലെങ്കിൽ ആ അതിരിനെ എന്ത് ചെയ്തു? താൻ ലംഘിച്ചു. ഗ്ലോറി ടു ഗോഡ്. പ്രമാണ ലംഘനം അവിടെ നടന്നു. 7-ാം പ്രമാണമാണ് താൻ എന്ത് ചെയ്ത് ലംഘിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. താൻ ബത്ശേബയുടെ അടുക്കൽ എന്ത് ചെയ്യുന്നു? പോയി പാപം ചെയ്യുന്ന കാര്യം. പ്രമാണ ലംഘനം നടന്നതുകൊണ്ട് ദൈവത്തിൻ്റെ അതിരിനെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? അപ്പുറത്തേക്ക് വന്നിരിക്കുന്നു. രണ്ടാമത് ഹല്ലേലൂയ താൻ പാപം ചെയ്യിക്കുന്ന ആ പാപകൃത്യം താൻ എന്ത് ചെയ്തു? ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. പാപത്തിലേക്കുള്ള ആ ഉന്നം അല്ലെങ്കിൽ ആ ലക്ഷ്യം, തൻ്റെ ലക്ഷ്യം ആരായിരുന്നു? ബത്ശേബയായിരുന്നു. ഹല്ലേലൂയ. ആ അകൃത്യം, അതിനു വേണ്ടിയിട്ടുള്ള അകൃത്യം എന്താണ്? അതിനുള്ളൊരു വഴി താൻ കണ്ടെത്തി. എന്താണ്? ഊരിയാവിനെ എന്ത് ചെയ്യണം? കൊന്നുകളയണം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണത്തെ ലംഘിച്ചു, പാപം ചെയ്തു. എന്താണ്? ഒരു ഉന്നം വെച്ചു, ഒരു ലക്ഷ്യം വെച്ചു. എന്താ? ബത്ശേബ തനിക്ക് ഉന്നമായിരുന്നു. താൻ അതിനു വേണ്ടിയിട്ടൊരു വഴി എന്ത് ചെയ്തിരിക്കുകയാണ്? കണ്ടെത്തിയിരിക്കുന്നു. അതാണ് അകൃത്യം, ഊരിയാവിനെ കൊല്ലുക. അപ്പോൾ എൻ്റെ ലംഘനങ്ങളെ നീ എന്ത് ചെയ്യണമേ? മായ്ച്ചു കളയണമേ. എന്നുവെച്ചാൽ നിന്റെ പ്രമാണത്തെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? വയലേറ്റ് ചെയ്തിരിക്കുന്നു, ലംഘിച്ചിരിക്കുന്നു. അത് നിന്റെ എഴുത്തിൽ എന്ത് ചെയ്യരുതേ? വയ്ക്കരുത്. നീ അത് മായ്ച്ചു കളയണം. രണ്ടാമത്, ഞാൻ ഉന്നം വെച്ചു, ഞാൻ ലക്ഷ്യം വെച്ചു. അത് ബത്ശേബയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യത്തെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു? ഏറ്റു പറഞ്ഞിട്ട്
അത് എൻ്റെ പാപത്തെ എന്ത് ചെയ്യണമേ? കഴുകണമേന്നാണ്. എങ്ങനെ കഴുകണം? നന്നായി കഴുകണം. മൂന്നാമത് പറയുന്നത്, ഞാൻ ആ പാപകൃത്യം ചെയ്യേണ്ടുന്നതിന് ഞാൻ എടുത്ത വഴി ഊരിയാവിനെ, അവിടെയും അതെന്താണ്? കൊലപാതകവും എന്താണ്? ദൈവത്തിൻ്റെ മുമ്പിൽ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ള ശിക്ഷാവിധിക്ക് പാത്രനാണ്, രാജാവാണ്. ഒരു രാജാവ്, പ്രജകൾ എന്തെങ്കിലും ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ രാജാവിൻ്റെ ഒറ്റ തീരുമാനത്തിലാണ് ശിക്ഷാവിധി എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കുന്നത്. അത് ആർക്കറിയാം? രാജാവിനറിയാം. ഹല്ലേലൂയ. അപ്പോൾ ഈ രാജാവ് നിത്യനായ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ലോകപ്രകാരം ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്ന ദാവീദ് ജനത്തിന് വേണ്ടി ക്രിയ ചെയ്യുമ്പോൾ യാതൊരു മുഖപക്ഷവും നോക്കാതെ ദാവീദ് എന്ത് ചെയ്യും? അതിനെ ചെയ്യുമ്പോൾ ഇപ്പോൾ രാജാവ് ഏത് രാജാവിൻ്റെ മുമ്പിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു? നിത്യനായ ദൈവമെന്ന രാജാവിൻ്റെ മുമ്പിൽ ദാവീദ് പിടിക്കപ്പെട്ടിരിക്കുമ്പോൾ ശിക്ഷാവിധി എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ദാവീദിന് പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തനിക്ക് പ്രമാണം അറിയാം. അപ്പോൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു? നിലവിളിച്ച് താൻ കരയുകയാണ്. ഹല്ലേലൂയ. മൂന്നാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. തെറ്റുകളെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം തരും. ബോധ്യമുണ്ടാകുമ്പോൾ നമുക്കവിടെ സ്വയനീതീകരണം പാടില്ല. ദാവീദ് അത് വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. താൻ അവിടെ നാഥാൻ പ്രവാചകന്റെ മുമ്പിൽ ഒരു സ്വയനീതീകരണം എന്ത് ചെയ്തില്ല? താൻ ചെയ്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കുറ്റത്തെ താൻ എന്ത് ചെയ്യാണ്? ഏറ്റു പറയാണ്. കുറ്റം ദൈവസന്നിധിയിൽ സമ്മതിക്കുന്നു. താൻ സ്വയനീതീകരണത്തിൽ താൻ എന്ത് ചെയ്തില്ല? പോകുന്നില്ല. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ദാവീദോടെ പറയാൻ തൻ്റെ ജീവിതത്തിലെ സ്ട്രഗിൾ, തൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് താൻ പറയുകയാണ്. പാപം എപ്പോഴും എൻ്റെ കണ്ണു മുമ്പിലിരിക്കും. നമ്മുടെ കണ്ണു മുമ്പിൽ ഇരിക്കേണ്ടത് ആരാണ്? ദൈവം. പക്ഷെ ദൈവത്തിനും എനിക്കും ഇടയിൽ ഇപ്പം ആര് കയറിയിരിക്കുന്നു? പാപം. വഴിയെ പോയ പാപമല്ല, ഞാൻ ചെയ്ത പാപം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പാപം വച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് കാണാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. ദാവീദ് അത് വ്യക്തമായിട്ട് പറയുകയാണ്. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എപ്പോഴും ആര് കയറിയിരിക്കുന്നു? പാപം കയറിയിരിക്കുന്നു. അത് നീങ്ങിപ്പോകാതെ എൻ്റെ തിമിരം എന്ത് ചെയ്യത്തില്ല. എന്തിനുള്ള തിമിരമാണ്? ദൈവത്തെ കാണുന്ന തിമിരം. കണ്ണടഞ്ഞിരിക്കുന്നു. ഇത് കയറി തടസ്സമായി നിൽക്കുന്നു. അത് തനിക്ക് അറിയാവുന്നുള്ളത് കൊണ്ടാണ് അനുതാപത്തോടുകൂടി എനിക്ക് ആരെ കാണണം? എനിക്ക് ദൈവത്തെ കാണണം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് എനിക്ക് ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ പറ്റുന്നില്ല. അപ്പൊ കാണാൻ പറ്റാത്ത കാര്യത്തെ താൻ എന്ത് ചെയ്തു? മനസ്സിലാക്കിയിട്ട് ഹല്ലേലൂയ, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിൽ കയറി എന്ത് ചെയ്യാണ്? ഇരിക്കുകയാണ്. അതിനൊരു പരിഹാരമുണ്ടാകാതെ ദൈവത്തെ കാണാൻ എന്ത് ചെയ്യത്തില്ല? സാധ്യമല്ല. അപ്പോൾ ഒന്നാമത് താൻ അവിടെ പറയുന്നത്, ഈ പാപം എൻ്റെ ജീവിതത്തിൽ എന്തിനെ ബാധിച്ചു? കണ്ണിനെ ബാധിച്ചു. അക്ഷരാർത്ഥത്തിൽ ദാവീദിന്റെ കണ്ണിന് വല്ലതും സംഭവിച്ചോ? ഇല്ല. വിശ്വാസികളുടെ കണ്ണിന് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ പറയുന്ന കണ്ണ് ഏത് കണ്ണാണ്? അകത്തെ കണ്ണ്, ആത്മാവിന്റെ കണ്ണ്. അപ്പൊ പാപം ആത്മാവിന്റെ കണ്ണിനെ ബാധിക്കും. ഒരു കാരണവശാലും ദൈവത്തിന്റെ മഹിമ എന്ത് ചെയ്തില്ല? കാണാൻ കഴിയത്തില്ല. അതിനൊരു പരിഹാരമുണ്ടാകാതെ ദൈവത്തിന്റെ മഹിമ കാണാൻ കഴിയത്തില്ല. അപ്പൊ ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട പോഷനെയാണ് അടിച്ചിരിക്കുന്നത്. കണ്ണ് ബാധിച്ചിരിക്കുന്നു. 4-ാം വാക്യത്തിൽ വരുമ്പോൾ, നിന്നോട് തന്നെ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? പാപം ചെയ്തിരിക്കുന്നു. കാരണം നിനക്ക് അനിഷ്ടമായുള്ളതാണ് ഞാൻ എന്ത് ചെയ്തത്. എനിക്കിഷ്ടമായിട്ടുള്ളതാണ് ഞാൻ എന്ത് ചെയ്തത്? ശരിക്കും ചെയ്തത്. പക്ഷെ ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നത് ആർക്ക് ഇഷ്ടമില്ല? നമ്മളെപ്പോഴും ആ കാര്യം ചിന്തിക്കണം. എനിക്കിഷ്ടമുള്ള എല്ലാ കാര്യവും ദൈവത്തിന് എന്തല്ല? ഇഷ്ടമല്ല. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെല്ലാം ലിസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി തന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്തു, പക്ഷെ അത് ആർക്ക് ഇഷ്ടമില്ലാത്തതായിരുന്നു? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. അതുകൊണ്ടാണ് നിനക്ക് അനിഷ്ടമായുള്ളതാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഞാൻ ചെയ്തിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവിടെ നമുക്കൊരു കഥയറിയാം. പോത്തിഫറും
പോത്തിഫറിൻ്റെ വീടും യോസേഫ്. അവിടെ നമുക്ക് ചരിത്രം വായിച്ചു പോകാൻ സമയം പോരല്ലോ. 39-9 വാക്യം മാത്രം. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. യോസേഫ് പോത്തിഫറിന്റെ ഭവനത്തിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ പോത്തിഫറിന്റെ ഭാര്യയോട് യോസേഫ് പറയുന്ന കാര്യമാണ്, ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, നീ അവൻ്റെ ഭാര്യയാകയാൽ നിന്നെയല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച്, പോത്തിഫറിന്റെ ഭാര്യ എന്ത് ചെയ്തു? പരീക്ഷിക്കുകയാണ്. ആരെ? യോസേഫിനെ. ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ പാപം ആരോടാണ് ചെയ്യേണ്ടിയിരുന്നത്? പോത്തിഫറിന്റെ ഭാര്യയാണ് എന്ത് ചെയ്തത്? വശീകരിച്ചത്. പക്ഷേ യോസേഫിന് മനസ്സിലായി എന്താണ്? ഞാൻ ആരോടാണ് പാപം ചെയ്യുന്നത്? നിന്നോടല്ല, ഞാൻ ദൈവത്തോടാണ് പാപം ചെയ്യുന്നത്. ഈ ബോധ്യം ആർക്കുണ്ടായിരുന്നു? പഴയ നിയമത്തിലെ ഒരു ഭക്തനായ മനുഷ്യനുണ്ടായിരുന്നു. എന്നാൽ ദാവീദ് വ്യത്യാസമായിട്ട് എന്ത് ചെയ്തു? പാപത്തിൽ വീണു. മറ്റൊരു ഭാഗത്തിൽ നമുക്ക് അബിമേലെക്കിന്റെ കാര്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും, സാറായുടെ വിഷയം സംബന്ധിച്ച്. ഉൽപ്പത്തി പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ 6-ാമത്തെ വാക്യമാണ്. ആ അധ്യായം മൊത്തത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കും. 20-6. അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട്, അബീമേലെക്കിനോട് സ്വപ്നത്തിൽ ദൈവം വരിക. അബ്രഹാമിന്റെ സഹോദരിയാണ് സാറ എന്ന് പറഞ്ഞപ്പോൾ അബീമേലെക്ക് സാറയെ എന്ത് ചെയ്യുന്നു? വശീകരിക്കുക. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? സ്വപ്നത്തിൽ അബീമേലെക്കിന്റെ അടുക്കൽ വന്നിട്ട്, നീ ഇത് ഹൃദയ പരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. താൻ ചെയ്യുന്ന പ്രവൃത്തി തൻ്റെ ഹൃദയ പരമാർത്ഥതയോടുകൂടി ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു. കണ്ടോ? അബീമേലെക്ക് പാപം ചെയ്യുന്നത് ആരോടാണ്? യഥാർത്ഥത്തിൽ സാറയോടാണ്. പക്ഷെ ദൈവം തടുത്തു സ്വപ്നത്തിൽ. എന്തിനാ തടുത്ത? സാറയോട് പാപം ചെയ്യുക എന്നുള്ളതല്ല. ആ പാപം ആരോടാണ് നീ ചെയ്യുന്നത്? എന്നോടാണ് നീ ചെയ്യുന്നത്. യോസേഫിന്റെ ജീവിതത്തിലും ദൈവം പറഞ്ഞിരിക്കുക എന്താണ്? ദൈവത്തോടാണ് എന്ത് ചെയ്യുന്നത്? പാപം ചെയ്യുന്നത്. ദാവീദിന് നാഥാൻ പ്രവാചകൻ നിമിത്തം ഒരു ഉണർവ് ആത്മാവിലുണ്ടായപ്പോൾ തൻ്റെ മനസ്സാക്ഷി പ്രവചനത്തിൻ്റെ സൂചിമുനയിൽ കുത്തപ്പെട്ടപ്പോൾ ഉണർത്തപ്പെട്ടു. മനസ്സാക്ഷി ഉണർത്തപ്പെട്ടപ്പോൾ താനും പറയുകയാണ്, ബത്ശേബയോടല്ല ഞാൻ പാപം ചെയ്തത്, നിന്നോടാണ് ഞാൻ പാപം ചെയ്തത്. പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ നമുക്കറിയാം, പാപം എന്നുള്ള ഒരു കർമ്മം പോലും എന്ത് ചെയ്യണ്ട, ആകണ്ട. സ്ത്രീയെ മോഹിക്കേണ്ടുന്നതിന് നോക്കിയാൽ തന്നെ എന്ത് ചെയ്തു? പാപം ചെയ്തു. പുരുഷനെ മോഹിക്കേണ്ടുന്നതിന് സ്ത്രീ നോക്കിയാലും എന്ത് ചെയ്തു? പാപം ചെയ്തു. ഊരിയാവിനെ ദാവീദ് കൊന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകം എന്ത് ചെയ്തു? അപ്പോൾ അവരെക്കാട്ടിലും പിടുത്തം വീഴുന്ന ആർക്കാണ്? പുതിയ നിയമസഭയായ നമുക്കാണ്. അപ്പോൾ എത്രത്തോളം ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അനുദപിക്കണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം വിശുദ്ധനാണ്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലവിളിക്കുന്നത് ഒരു വശം, എന്നാൽ അദൃശ്യനായ ദൈവം ദൃശ്യമായി കാണുവാൻ തക്കവണ്ണം അവൻ വെളിപ്പെടുന്ന ദൈവമാണ്. അവൻ മറഞ്ഞിരിക്കുന്നവനല്ല. കർത്താവിൻ്റെ ശിഷ്യന്മാർ പോലും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ സ്വന്തം ചെവി കേട്ടതും ഞങ്ങളുടെ കണ്ണ് കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം, ജീവനുള്ള ദൈവം, നിത്യജീവൻ ഞങ്ങൾ എന്ത് ചെയ്തു? കണ്ടു, കേട്ടു, നോക്കി, അറിഞ്ഞു, അനുഭവിച്ചു. ദൈവത്തെ ഞങ്ങൾക്ക് കാണാനിടയായി. ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷമായി. ഈ ആഗ്രഹം ദാവീദ് പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തിയപ്പോൾ തനിക്ക് മനസ്സിലായി, ദൈവം തന്നിൽ നിന്ന് അന്യപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ ദൈവത്തിന് തന്നോട് സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ് നാഥാൻ എന്നുള്ളൊരു പ്രവാചകനെ ദൈവമായി അയച്ചത്. ഒരു മനുഷ്യൻ പാപം ചെയ്തുവെങ്കിൽ അവൻ്റെ പാപത്തെ ഒരു പ്രവാചകൻ ഉണർത്തുന്നുണ്ട് എങ്കിൽ അവനോട് ദൈവത്തിൻ്റെ സ്നേഹമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അവിടെ ദാവീദ് എന്ത് ചെയ്യുന്നു? 6-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ഹല്ലേലൂയ.
അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഈ മേഖലയിൽ തനിക്കൊരു വലിയ അപകടം പറ്റി. അന്തർഭാഗത്തിലെ സത്യം, തനിക്ക് ദൈവത്തോടുള്ള ആത്മാർത്ഥത എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. ദൈവത്തോടുള്ള പരമാർത്ഥമായൊരു ഹൃദയം തനിക്ക് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. ഇതിനപ്പുറത്ത് തൻ്റെ ഹൃദയശുദ്ധി ദൈവത്തോട് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. അന്തർഭാഗത്തിൽ സത്യമുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ സത്യമുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോട് എന്തുണ്ടാകും? ആത്മാർത്ഥതയുണ്ടാകും. ദൈവിക കാര്യങ്ങളിൽ നമുക്കെന്തുണ്ടാകും? ഒരു പരമാർത്ഥമായൊരു ഹൃദയമുണ്ടാകും. അത് നിമിത്തം നമ്മളുടെ ഹൃദയത്തിന് എന്ത് ലഭിക്കും? ഹൃദയശുദ്ധി ഉണ്ടാകും. അപ്പോൾ അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം എന്ത് ചെയ്തത്? നോക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്, നമ്മൾ അതിനപ്പുറത്തേക്ക് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം നമ്മൾ ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ ചട്ടങ്ങൾ, ദൈവത്തിൻ്റെ നിയമങ്ങൾ, ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ, ഇതിലൂടെ ഒന്നുമല്ലാതെ ദൈവത്തെ നമുക്ക് കാണാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. വിശ്വാസത്താൽ യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ നമുക്ക് പ്രാപിക്കാൻ കഴിയും. പക്ഷേ അവൻ്റെ വചനത്തിലെ ശക്തിയും നാമത്തിലെ ശക്തിയും വ്യത്യാസമാണ്. ഹല്ലേലൂയ. നാമത്തിലെ ശക്തി സർവ്വ ലോകത്തിലുള്ള എല്ലാവർക്കും നാമത്തിലെ ശക്തി ഉണ്ടാവും. പക്ഷെ വചനത്തിൻ്റെ ശക്തി നിത്യജീവന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ താൻ മനസ്സിലാക്കി, അന്തർഭാഗത്തിൽ ആ സത്യം തനിക്ക് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. കാരണം ദൈവത്തോടുള്ള ആത്മാർത്ഥതയും പരമാർത്ഥതയും ഹൃദയശുദ്ധിയും തനിക്ക് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. അവിടെ വീണ്ടും താൻ ആവശ്യപ്പെടുന്ന, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. എന്താണ് ഇവിടെ താൻ ആവശ്യപ്പെടുന്നത്? താൻ പാപത്തിലേക്ക് വീണതിൻ്റെ രഹസ്യവും പരിഹാരത്തിനുള്ള മാർഗവും എൻ്റെ അന്തരംഗത്തിൽ നീ എന്ത് ചെയ്യണം? ഗ്രഹിപ്പിക്കണം. മനസ്സിലായോ? സ്വയനീതീകരണം എളുപ്പമാണ്. പക്ഷെ ദാവീദ് അവിടെ എന്ത് ചെയ്യാണ്? ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്, എൻ്റെ അന്തരംഗത്തിൽ സ്വയനീതീകരണമല്ല, ഞാൻ വീണ കാര്യം എങ്ങനെയെന്നുള്ള കാര്യത്തെ, അതിൻ്റെ രഹസ്യം അല്ലെങ്കിൽ അതിൻ്റെ ആത്മമണ്ഡലത്തിൽ വ്യാപരിച്ച ദുഷ്ടശക്തികളെ എനിക്ക് എന്ത് ചെയ്യണം? വിവേചിച്ച് മനസ്സിലാക്കാൻ എന്നെ എന്ത് ചെയ്യണം? സഹായിക്കണം. മാത്രമല്ല, അവിടം കൊണ്ട് നിർത്താതെ ഈ വിഷയത്തിനുള്ള പരിഹാരത്തിൻ്റെ മാർഗം എന്താണ് എന്നുള്ളതും കൂടെ എന്നെ എന്ത് ചെയ്യണമേ? ഒന്ന് ഗ്രഹിപ്പിക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? താൻ ആവശ്യപ്പെടുന്നത് എന്താണ്? അന്തരംഗത്തിലെ ജ്ഞാനമാണ്. ആദ്യം വായിച്ചെന്താണ്? അന്തർഭാഗത്തിലെ സത്യമാണ്. അപ്പോൾ പുറമേയുള്ള വിശുദ്ധീകരണമല്ല ദൈവം എന്ത് ചെയ്യുന്നത്? ആവശ്യപ്പെടുന്നതും. ദാവീദിനത് മനസ്സിലായി. പുറമേ താനൊരു രാജാവായിരിക്കുമ്പോൾ തന്നെ താൻ ചെയ്ത കൃത്യങ്ങളെ മൂടി വയ്ക്കാൻ തനിക്ക് അറിയാം. പക്ഷേ ഇവിടെ താൻ ദൈവത്തെ മനസ്സിലാക്കിയിട്ട് ബാഹ്യമായ ചില വേഷങ്ങൾ കൊണ്ട് ഇതിനെ മൂടി വയ്ക്കുക എന്നുള്ളതല്ല, ആന്തരികമായ പരിശുദ്ധിയാണ് എനിക്ക് ആവശ്യമെന്ന് തനിക്ക് ബോധ്യമുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? കൂടെ ഉണ്ടോ? ശുദ്ധീകരണമാണ് നമ്മുടെ വിഷയം. ആന്തരികമായി ഒരു വിശുദ്ധി എനിക്കുണ്ടാകണമെന്ന് എന്ത് ചെയ്തു? താൻ മനസ്സിലാക്കി. പുറമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് വിശ്വാസികളായിട്ട് നടക്കാൻ എന്ത് ചെയ്യും? പക്ഷെ ദാവീദിന് അന്ന് തൻ്റെ വാക്യത്തിലല്ല, 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ, വീഴ്ചയുടെ രഹസ്യവും പരിഹാരത്തിനായിട്ടുള്ള മാർഗവും നീ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തരണം. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിച്ചത്. എന്താണ് സത്യം? അവിടെ ഉദ്ദേശിക്കുന്നതാണ് ദൈവത്തോടുള്ള ആത്മാർത്ഥത അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആ പരമാർത്ഥമായ ഹൃദയത്തിന് നഷ്ടം എന്ത് ചെയ്തു? സംഭവിച്ചു. അത് നിമിത്തം എന്ത് ചെയ്തു? ഹൃദയശുദ്ധി നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അകത്തെ കാര്യമാണ് ദാവീദ് എന്ത് ചെയ്തത്? ദൈവസന്നിധിയിൽ എടുത്ത് പുറത്ത് വച്ച് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ബാഹ്യമായ വിശുദ്ധിയല്ല, ആന്തരികമായ പരിശുദ്ധിയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. 8-ാമത്തെ വാക്യത്തിൽ സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കട്ടെ. അപ്പോൾ ഒന്നാമത് തൻ്റെ കണ്ണിനെ എന്ത് ചെയ്തു? ബാധിച്ചു. ഇവിടെ രണ്ടാമത് എന്താണ്? ചെവിയെ ബാധിച്ചു. ചെവി എന്താണ് ബാധിച്ചിരിക്കുന്നത്? സന്തോഷവും ആനന്ദവും. നമ്മുടെ സന്തോഷം എന്താണ്? രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ സന്തോഷം എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിനാൽ കേൾക്കപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളത്തിൽ വ്യാപരിക്കുമ്പോൾ അവരുടെ ഹൃദയ അന്തർഭാഗത്തുണ്ടാകുന്ന സന്തോഷം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ശബ്ദത്തിങ്കൽ
ഉള്ളം എന്ത് ചെയ്യും? ആനന്ദിക്കും. ഇത് രണ്ടും സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? ചെവി വേണം. ദാവീദിന്റെ അക്ഷരാർത്ഥത്തിൽ ചെവി എന്ത് ചെയ്തില്ല? നഷ്ടപ്പെട്ടു പോയോ? ഇല്ല. പക്ഷെ അകത്തെ ചെവി എന്ത് ചെയ്തു? അടഞ്ഞുപോയി. പുറത്തെ കണ്ണടഞ്ഞിട്ടുണ്ടോ? ഇല്ല, അകത്തെ കണ്ണടഞ്ഞു. അപ്പൊ പാപം കണ്ണിനെ ബാധിച്ചു. 2, പാപം ചെവിയെ ബാധിച്ചു. അപ്പോ സന്തോഷവും ആനന്ദവും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതെങ്ങനെ വരുന്നു? ആ ശബ്ദം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കേൾക്കാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പോൾ സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അപ്പോൾ പാപം ചെവിയെ എന്ത് ചെയ്യുന്നു? ബാധിക്കുന്നു. അതാണ് പലരും പറയുന്നത്, ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ വന്നിട്ട് പോലും എന്തില്ല? ഒരു സന്തോഷം ഇല്ല, ഒരാനന്ദം ഇല്ല. അവിടെ ദൈവം ഇല്ലാത്തതുകൊണ്ടല്ല. ഹല്ലേലൂയ. പക്ഷെ അത് കേൾക്കാൻ എന്ത് ചെയ്യുന്നില്ല. ഇപ്പൊ വീസിങ് ഉള്ള ഒരാള്, 2 പേര് നിൽക്കുമ്പോൾ അതിൽ ഒരാൾക്ക് എന്താണ്? വീസിങ് ആണ്. വീസിങ് ഉള്ള ഒരാള് എന്താ പറയുക? ഇവിടെ എന്തില്ല? ശ്വാസത്തിന്റെ അളവ് വളരെ കുറവാണ്, അല്ലെങ്കിൽ അത് മൂർച്ഛിക്കും തോറും ഇവിടെ ശ്വാസം ഇല്ല എന്ന് എന്ത് ചെയ്യും? പറയും. പക്ഷെ മറ്റേ ആള് വളരെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ശ്വസിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ പാപം ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവൻ തന്നെ ഷോർട്ടേജ് ആക്കുക. അവന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. സന്തോഷിക്കാനുള്ള ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കേൾക്കാൻ പറ്റുന്നില്ല. അവന്റെ ഉള്ളം ആനന്ദിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. 8ാമത്തെ വാക്യത്തിലാണ് നമ്മളിപ്പോൾ വായിച്ച സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അപ്പോൾ ചെവിയെ ഈ പാപം ബാധിച്ചു. മന്ദമായി ചെവിയെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്തു? അടച്ചു കളഞ്ഞു. 3ാമത്തെ കാര്യം എന്താണ്? നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. ഈ അസ്ഥി എപ്പോഴാണ് ഒടിയുന്നത്? ചുമ്മാ ഇരിക്കുന്ന അസ്ഥി ഒടിയുമോ? ഇല്ല. എവിടെയെങ്കിലുമൊക്കെ ചെന്ന് തട്ടിയടിച്ച് എന്ത് ചെയ്യണം? വീഴണം. അന്നേരമേ അസ്ഥി എന്ത് ചെയ്തുള്ളൂ? ഒടിയത്തുള്ളൂ. അല്ലാതെ ഒടിയുന്നത് എന്താണ്? എടുക്കാൻ പറ്റുന്നതിലധികം ഭാരം എന്ത് ചെയ്യണം? കയറണം. ഇവിടെ എന്താ? ലോകം മുഴുവനും എന്താ? ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു. പിശാച് കെണികൾ വച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ചെന്ന് തട്ടിയടിച്ചു കഴിഞ്ഞാൽ അസ്ഥി എന്ത് ചെയ്യും? അക്ഷരാർത്ഥത്തിൽ ദാവീദിന്റെ അസ്ഥി ഒടിഞ്ഞോ? ഇല്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? അസ്ഥിയാണ് ഒരു മനുഷ്യൻ എന്ത് കൊടുക്കുന്നത്? രൂപം കൊടുക്കുന്നത്. അസ്ഥി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്താണ്? മൈദമാവിനെ വെള്ളം കൂട്ടി കുഴച്ചിട്ടതുപോലെ മനുഷ്യന് അത്രയേ ഉള്ളൂ. അസ്ഥിയാണ് മനുഷ്യനെ എണീപ്പിച്ച് നിർത്തുന്നത്. അവന്റെ കൈയും കാൽക്ക് ബലം, അവന്റെ ഷോൾഡറിന് ബലം, അവന്റെ നട്ടലിന് ബലം, അവന്റെ രൂപം കൊടുക്കുന്ന, അവന്റെ മുഖത്തിനും അവന്റെ ശരീരത്തിനും ആകാര ഭംഗി കൊടുക്കുന്നതിൻ്റെ എല്ലാം പ്രധാന കാര്യം എന്താ? ഈ അസ്ഥി ഒന്നും ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? പാപം, ദൈവം ഒരു മനുഷ്യന് ദൈവികമായ കാര്യങ്ങൾ ചെയ്യേണ്ടുന്നതിന് ഒരു രൂപം ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ അവന് ദൈവം കൊടുത്തു വിട്ടിരിക്കുക. പക്ഷെ പാപം എന്ത് ചെയ്യും? വികൃതമാക്കി കളയും. എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനകത്ത് എന്ത് കാണും? കുഴപ്പമാണ്. മനസ്സിലായോ? കാര്യം എന്ത് ചെയ്തിരിക്കുന്നു? അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങളിലേക്ക് സുഗമമായിട്ട് നടന്ന് മുമ്പിലോട്ട് പോകാൻ എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ ഒറ്റയടിക്ക് ഒരു രോഗസൗഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാപിക്കാൻ എല്ലാവർക്കും ഉന്മേഷമാണ്, ഉത്സാഹമാണ്. പക്ഷെ ഇവിടെ പറയുന്ന പാപസൗഖ്യം, രോഗസൗഖ്യം എന്ന് പറയുന്നത് പടിപ്പടിയായി നമ്മൾ തിരുത്തപ്പെടേണ്ടുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. കണ്ണ് സൂക്ഷിച്ചോണം. ദാവീദ് അവിടെ പറയും, എൻ്റെ കണ്ണിനെ ബാധിച്ചിരിക്കുന്നു. 2ാമത് പറയുന്നു, സന്തോഷവും ആനന്ദവും എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കേൾക്കാൻ കഴിയുന്നില്ല, എൻ്റെ ചെവിയെ ബാധിച്ചിരിക്കുന്നു. 3ാമത് താൻ പറയുകയാണ്, ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾക്ക് ആവശ്യമായ രൂപഭംഗിയും കൂടെ എന്ത് ചെയ്തിരിക്കുകയാണ്? നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പക്ഷേങ്കിൽ ആദ്യ സ്നേഹത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ആദ്യ സ്നേഹത്തിലെ പ്രവൃത്തികളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ നമുക്ക് ചിലപ്പോൾ ഓർക്കാനുണ്ടെന്നിരിക്കാം. പക്ഷേ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമ്മളുടെ തെറ്റുകൾ, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കുറവുകൾ നമ്മുടെ രൂപത്തെ എന്ത് ചെയ്യും? വികൃതമാക്കും. നീ ഒടിച്ച അസ്ഥികൾ എന്ത് ചെയ്യട്ടെ? ഉല്ലസിക്കട്ടെ. ഹല്ലേലൂയ. പാപഭാരം കൊണ്ട് തൻ്റെ രൂപം എന്ത് ചെയ്യുന്നു? വികൃതമാകുക. ഹല്ലേലൂയ. 10ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്ത് ചെയ്യണം?
എന്നിൽ സൃഷ്ടിക്കണം എന്ന്. അപ്പോൾ താൻ എന്ത് ചെയ്യാണ്? ദൈവത്തെ വിളിക്കുന്നു. എങ്ങനെ വിളിക്കുകയാണ്? സൃഷ്ടാവിനെ വിളിക്കുകയാണ്. എന്താണ് സൃഷ്ടാവിനെ അവിടെ വിളിക്കുന്നത്? എനിക്ക് ഈ ലോകത്തിലുള്ള വേറെ ഏതെങ്കിലും കാര്യങ്ങൾ എനിക്ക് തരണം എന്നുള്ളതല്ല താൻ ആവശ്യപ്പെടുന്നത്. എൻ്റെ ഹൃദയം എനിക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഹൃദയത്തെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എൻ്റെ ഹൃദയം എന്ത് ചെയ്തു? എനിക്കില്ല, അത് നഷ്ടപ്പെട്ടു. പാപം എന്തിനെ ബാധിച്ചു? ഹൃദയത്തെ ബാധിച്ചു. ഹല്ലേലൂയ. സൃഷ്ടാവിനെ വിളിക്കുന്നത് എന്താ? ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച്. ഹൃദയം എന്തിനാണ് വെളിപ്പെടുത്തുന്നത്? വൈകാരിക മേഖല. ദൈവത്തോടും മനുഷ്യനോടുമുള്ള സ്നേഹബന്ധത്തെ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുത്തുന്നതാണ് പാപം. ഹല്ലേലൂയ. മനസാക്ഷി തന്നെ, മനസാക്ഷി ദൈവത്തോടും മനുഷ്യനോടും എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെട്ടു പോകുന്നു. ഹല്ലേലൂയ. താൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ എന്ത് ചെയ്യണമേ? പുതുക്കണമേ. എന്തെല്ലാം മേഖലകൾ അടിച്ചെന്ന് കണ്ടോ? കണ്ണിനെ അടിച്ചു, ചെവിയെ അടിച്ചു, ഹൃദയത്തെ അടിച്ചു. സ്ഥിരമായ ഒരാത്മാവ്. അപ്പോൾ തനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നില്ല? തന്നിൽ അധിവസിക്കുന്നില്ല. എവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ താൻ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ഥിരതയില്ലാത്ത ഒരു അനുഭവത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്, സ്ഥിരമായ ഒരു ആത്മാവിന് എന്നിൽ എന്ത് ചെയ്യണമേ? എന്തിനാണ് ആത്മാവ് നമുക്ക് ദൈവം തരുന്നത്? ദൈവത്തോടുള്ള ബന്ധം പുലർത്താനാണ് പരിശുദ്ധാത്മാവ്. ഗ്ലോറി ടു ഗാഡ്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ആവശ്യപ്പെടണം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത്? കേവലം ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിലെ സൗഖ്യത്തിനല്ല ഇവിടെ പറയുന്നത്, അവൻ്റെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടുന്ന സൗഖ്യം. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അനുതാപം. ഗ്ലോറി ടു ഗാഡ്. പാപം ചെറുതോ വലുതോ ആയിരുന്നാലും ഇപ്രകാരമുള്ള മേഖലകളെ എല്ലാം അടിച്ചിരിക്കും. എന്നിട്ട് ദൈവത്തെ കാണണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഹല്ലേലൂയ. പഴയ നിയമത്തിലൊരു ഭക്തൻ ഈ കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്തു? ബോധ്യമായി. ഗ്ലോറി ടു ഗോഡ്. കർത്താവേ, നിന്നോടുള്ള ബന്ധം പുലർത്തുന്ന പരിശുദ്ധാത്മാവിനെ എന്നിൽ എന്ത് ചെയ്യണമേ? പുതുക്കിത്തരണമേ. അപ്പൊ ആത്മമണ്ഡലത്തെ എന്ത് ചെയ്തു? പാപം ബാധിച്ചു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. 11-ാമത്തെ വാക്യം, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. താൻ അവിടെ ഒരു ചിത്രം തൻ്റെ ഹൃദയത്തിൽ വരികയാണ്. ആ ചിത്രം ആരുടെ ചിത്രമാണെന്ന് അറിയാമോ? ശൗലിൻ്റെ ചിത്രം. ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകൻ നിമിത്തം ജനം തിരഞ്ഞെടുക്കപ്പെട്ട രാജാവായ ശൗലിനെ അവൻ്റെ ആവശ്യപ്രകാരം ശമൂവേൽ വഴി ശൗലിന് ദൈവം എന്ത് ചെയ്തു? അഭിഷേകം കൊടുത്തു. പക്ഷേ പിന്നത്തേതിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയോ കൽപ്പനകളെയോ പ്രവാചകന്റെ വാക്കുകയോ കേൾക്കാതെ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ആലോചന പ്രകാരം, ശാഠ്യത്തോടുകൂടി എന്ത് ചെയ്തു? മത്സരത്തോടുകൂടി തനിക്കിഷ്ടമായിട്ടുള്ള കാര്യം ചെയ്തപ്പോൾ ശമൂവേൽ പ്രവാചകൻ തന്നെ ശൗലിനെ എന്ത് ചെയ്തു? ശാസിക്കുകയും തുടർന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ ശൗലിൽ നിന്ന് എന്ത് ചെയ്തു? എടുത്തു മാറ്റുകയും ചെയ്തു. ഇതാര് കണ്ടു? ദാവീദ് കണ്ടു. ദാവീദ് കിന്നരം വായിക്കുമ്പോൾ ശൗലിൻ്റെ മേലുള്ള ദുരാത്മാവ് ശൗലിനെ വിട്ടുപോകും. കിന്നരം വായിക്കുന്നത് നിർത്തുമ്പോൾ ദുരാത്മാവ് വീണ്ടും ശൗലിൻ്റെ മേൽ എന്ത് ചെയ്യും? ആവഹിക്കപ്പെടും. ഈ വ്യത്യാസം ആര് കണ്ടിട്ടുണ്ട്? ദാവീദ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പറയാണ്, ശൗലിന് വന്ന ഗതികേട് എനിക്ക് എന്ത് ചെയ്യരുത്? വരരുത്. അതാണ് ഇവിടെ പറഞ്ഞത്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ശൗലിനെ ദൈവം എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. തള്ളിക്കളഞ്ഞിട്ടാണ് ദാവീദിനെ കൊണ്ടുവന്നതെങ്കിൽ ദാവീദിന്റെ ഹൃദയത്തിലെ ഭയം എന്താണ്? ശൗലിനെ തള്ളിക്കളഞ്ഞതുപോലെ ദൈവം എന്നെയും എന്ത് ചെയ്യും? ബി കെയർഫുൾ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ശൗലിന്റെ ഹൃദയത്തിൽ മത്സരവും ശാഠ്യവും ഒക്കെ എന്ത് ചെയ്തു? തിങ്ങി നിറയപ്പെട്ടു. അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിന് ദുരാത്മാവ് കയറി. ദാവീദ് ഭയപ്പെടുന്നു, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന്. എന്നാൽ ആരെ ഗതിയാവും? നമ്മൾ ഭയപ്പെടുന്നുണ്ടോ?
എന്തിനാ നമ്മൾ വരുന്നേ? ആരെ കാണാനാണ് വരുന്നത്? എങ്ങനെയാ ദൈവത്തെ കാണേണ്ടി? ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അതിനുള്ള വഴി ഭക്തൻ എഴുതി വെച്ചിരിക്കുകയാണ്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്താൽ, കയ്യിനെ ദൈവസന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞതുപോലെ, ശൗലിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞതുപോലെ എന്നെയും ആട്ടിക്കളയുമോ എന്ന് ദാവീദ് ഭയപ്പെട്ടു. ഗ്ലോറി ടു 12-ാമത്തെ വാക്യം, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അതും എന്ത് ചെയ്തിരിക്കുകയാണ്? ഇതെല്ലാം ഉള്ളതുപോലെയാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? കണ്ണുമുണ്ട്, ചെവിയുമുണ്ട്, ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ നല്ല എല്ലുറപ്പോടുകൂടി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്. അസ്ഥിയൊന്നും യാതൊരു വ്യത്യാസം എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല എന്നും ദൈവത്തിൻ്റെ വചനത്തിങ്കൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, ആനന്ദിക്കുന്നുണ്ട് എന്ന് പറയുകയും ഹൃദയത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് തന്നെ എന്ത് ചെയ്യുന്നു, നിഗളിക്കുകയും ചെയ്ത് നടക്കുന്ന അനുഭവം ഇല്ല. പരിശുദ്ധാത്മാവ് എനിക്ക് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട് എന്നുള്ള ധാരണയിൽ ആണോ നമ്മൾ ചിന്തിക്കുക? ഇവിടെ ദാവീദ് തൻ്റെ അടുത്ത വാക്യത്തിൽ 12-ാമത്തെ വാക്യം, നിന്റെ രക്ഷയുടെ സന്തോഷം. എന്താണ് രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത്? ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഉൽപ്പന്നമാണ് സന്തോഷം. മനസ്സിലായോ? ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധമില്ലാത്ത ആർക്കും രക്ഷയുടെ സന്തോഷമില്ല. ഒരു ശുശ്രൂഷക്കാരന്, ഒരു വ്യക്തിക്ക്, വിശ്വാസിക്ക് രക്ഷയുടെ സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത് ആ വ്യക്തി ദൈവവുമായിട്ടുള്ള ബന്ധം നിമിത്തം ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് സന്തോഷം. രക്ഷയുടെ സന്തോഷം എന്ത് ചെയ്തിരിക്കുകയാണ്? എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ഫെലോഷിപ്പ് എനിക്ക് നഷ്ടപ്പെട്ടു, ദൈവത്തോടുള്ള കൂട്ടായ്മ എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം എനിക്ക് എന്ത് ലഭിക്കുന്നില്ല? സന്തോഷം ലഭിക്കുന്നില്ല. 14-ാമത്തെ വാക്യം, എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടിവിക്കണമേ. താൻ അയ്യം വിളിക്കുകയാണ്. ഇവിടെ 2-ാമത്തെ വിഷയത്തിൽ വരികയാണ്. എന്താണ് ഇവിടുത്തെ രക്തപാതകം? ഊരിയാവിനെ കൊന്നുകളഞ്ഞു. ബത്ശേബയുടെ വിഷയത്തിന്റെ നിമിത്തമുള്ള കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ കേട്ടു. അതിനുള്ള എന്താണ് അകൃത്യം, എന്താണ് വഴി, ഈ ലംഘനം, ദൈവത്തിന്റെ പ്രമാണത്തെ എന്ത് ചെയ്തു? ലംഘിച്ചു. തൻ്റെ അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യം ബത്ശേബയായിരുന്നു. അതിനുള്ള അകൃത്യം എന്താണ്? ഊരിയാവിനെ കൊല്ലുക എന്നുള്ളതായിരുന്നു അതിൻ്റെ വഴി. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എന്താണ്? എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ. ഹല്ലേലൂയ. ഊരിയാവിനെ യുദ്ധമുഖത്ത് എന്ത് ചെയ്തു? ഏറ്റവും മുന്നിൽ എന്ത് ചെയ്തു? പിടിച്ചു വിട്ടോളൂ. ശത്രു സൈന്യം ഊരിയാവിനെ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. അവിടെ വായിക്കുന്നത് എന്താണ്? എന്നാൽ എൻ്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. അപ്പോൾ അതെന്തിനെ ബാധിച്ചു? നാക്ക്. നുണ പറയാനും, കള്ളം പറയാനും, കുരള പറയാനും, ദോഷം പ്രവർത്തിക്കാനും, ഭിന്നത ഉണ്ടാക്കാനും എന്നിത്യാദി കാര്യങ്ങൾക്കൊക്കെ നാക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുന്നിരിക്കും? ഉപയോഗം ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ നീതിയെ ഘോഷിക്കണമെങ്കിൽ എന്നെ കഴുകണം. എൻ്റെ നാവിലെ അകൃത്യം നീ എന്ത് ചെയ്യണം? അപ്പോൾ ഈ രക്തപാതകം എന്താണ് സംഭവിച്ചത്? തനിക്ക് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചൊരു വാക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഒരു ദിവസം എത്ര സമയം സംസാരിക്കുന്നു? നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ നീതിയോടുകൂടി, നമ്മൾ ദൈവത്തിൻ്റെ നീതി നമ്മൾ എത്ര പേരോട് പ്രസിദ്ധമാക്കുന്നു? അപ്പോൾ തൻ്റെ ജീവിതത്തിൽ പാപം വരുത്തി വെച്ച വിനാശകരമായ വിപത്താണ് ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കാനായിട്ട് എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. 1 യോഹന്നാൻ 3:15 സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല. അപ്പോൾ ഉള്ളിൽ ആ നീതിയുടെ വചനം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ആ നാവ് നീതി എന്ത് ചെയ്യത്തുള്ളൂ? പ്രസ്താവിക്കത്തുള്ളൂ. നാവിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ എന്ന് ശുശ്രൂഷക്കാരൻ അങ്ങോട്ട് നിന്നിട്ട് നാവിൻ്റെ കെട്ട് പൊട്ടിച്ചങ്ങ് പ്രാർത്ഥിച്ചാൽ പൊട്ടുമോ? എന്നാ പിന്നെ ഒറ്റ പ്രാർത്ഥനയിൽ എല്ലാവരുടെയും നാവിൻ്റെ ബന്ധനം എന്ത് ചെയ്തേനെ? കഴിഞ്ഞനല്ലോ. പിറ്റേ ദിവസം മുതൽ ദൈവത്തിൻ്റെ നീതി എന്ത് ചെയ്തേനെ? വിളിച്ചു പറഞ്ഞനല്ലോ. എന്താ പറ്റാത്തെ? ഹല്ലേലൂയ. അനുതപിക്കുക, അത് തന്നെയാണ് മാർഗം.
ദൈവത്തിൻ്റെ കരുണയിൽ ചാരുകയാണ്. അതാണ് എൻ്റെ പാപങ്ങളെ കഴുകിക്കളയുന്ന കാരമുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ എന്ന കാരം ആ വെള്ളത്തിൽ എന്ത് ചെയ്യും? കരുണ എന്ന വെള്ളത്തിൽ എന്ത് ചെയ്ത് കലക്കി അതിനകത്തോട്ട് എന്നെ എടുത്ത് എന്ത് ചെയ്യും? ഇട്ടിട്ട് അത് കഴുകാൻ ഒരു പക്ഷെ തീ കയറ്റണമെങ്കിൽ എന്ത് ചെയ്യട്ടെ? അന്ത്യകാലത്തിൽ അലക്കുകാരൻ്റെ കാരം പോലെ ദൈവം എന്ത് ചെയ്യും? കർത്താവേ, ഏത് വിധേനയായിരുന്നാലും എന്നെ എന്ത് ചെയ്യണം? കഴുകണമേ. സ്തോത്രം. ഹല്ലേലൂയ. എഫേസ്യൻസ് 4:26 വാക്യത്തിൽ വായിക്കുന്നതും കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദാവീദ് ഊരിയാവിനെ കൊല്ലുന്നത് പഴയ നിയമത്തിൽ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ കൊന്നു. പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ചു സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. എഫേസ്യൻസ് 4:26 വായിച്ചു കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വച്ചുകൊണ്ടിരിക്കരുത്. ഏത് സൂര്യൻ? നീതി സൂര്യൻ. അപ്പോൾ ഉള്ളിലെ വെളിച്ചം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. ഉള്ളിലെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയാൽ സഹോദരനെ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്നേഹിക്കാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ കോപം നമ്മുടെ ഹൃദയത്തിലെ വെളിച്ചത്തിന് എന്ത് ചെയ്യും? ബാധിക്കും. എന്നിട്ട് അവിടെ പറഞ്ഞ പിശാചിന് എന്ത് ചെയ്യരുത്? ഇടം കൊടുക്കരുത്. ഇരുട്ട് വന്നാൽ അവിടെ ആര് പ്രവേശിക്കും? പിശാച് പ്രവേശിക്കും. ഇതൊക്കെയാണ് വ്യക്തികളിലും കുടുംബങ്ങളിലും ഒക്കെ സംഭവിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അസൂയയും കോപവും പകയുമാണ് കയ്യിന് എന്ത് ചെയ്തത്? കൊലപാതകനാക്കി മാറ്റിയത്. ഹല്ലേലൂയ. 15 വാക്യത്തിൽ വരുന്നു, കർത്താവേ എൻ്റെ അധരങ്ങളെ തുറക്കണമേ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വായ എന്ത് ചെയ്തു? ദൈവത്തിന് വേണ്ടി വായ ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല? തുറക്കുന്നില്ല. തിന്നാനും കുടിക്കാനും വായ തുറക്കപ്പെടും, പരദൂഷണം പറയാൻ വായ തുറക്കപ്പെടും, മറ്റ് പലവിധമായ ദോഷങ്ങൾക്കും വായ എന്ത് ചെയ്യും? തുറക്കപ്പെടുന്നു. പക്ഷെ ദൈവത്തിന് വേണ്ടി വായ തുറക്കാൻ എന്ത് ചെയ്യുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് ഞാനും നമ്മൾ പറയുന്ന എന്താണ്? നമ്മളൊക്കെ പറയുന്ന എന്താണ്? ഒരു കുഴപ്പവും എന്ത് ചെയ്തിട്ടില്ല. ഇവിടെ കണ്ണ് പോയി, ചെവി പോയി, വായ പോയി, നാക്ക് പോയി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? അസ്ഥികൾ പോയി. ധ്യാനിക്കാനുള്ള ഹൃദയം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. സ്ഥിരമായ ഒരു ആത്മാവ് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഇന്നൊന്ന് പറയും, നാളെ മറ്റൊന്ന് പറയാം, മറ്റൊന്ന് വേറൊന്ന് പറയും. ഹല്ലേലൂയ. ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ ഹൃദയപരമാർത്ഥതയും എല്ലാം സത്യം എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. അന്തർഭാഗത്തിൽ സത്യം എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെട്ടു പോകുന്നു. ഹല്ലേലൂയ. എന്നിട്ടും പലപ്പോഴും എന്താണ്? പുറമേയുള്ള ബാഹ്യമായ കാര്യങ്ങളിൽ ആത്മീയത ചമഞ്ഞ് എന്ത് ചെയ്യാണ്? നടക്കുകയാണ്. ആരോടാണ് ഇത് ചെയ്യുന്നത്? ഗ്ലോറി ടു ഗോഡ്. കർത്താവേ, 15 വാക്യം, എൻ്റെ അധരങ്ങളെ എന്തിനു വേണ്ടി? തിന്നാൻ വേണ്ടിയിട്ടല്ല, കുടിക്കാൻ വേണ്ടിയിട്ടല്ല, വേറെ എന്തെങ്കിലും കാര്യത്തിനല്ല, ദൈവത്തിനായി ശബ്ദമുയർത്തുവാൻ എൻ്റെ അധരങ്ങളെ എന്ത് ചെയ്യണമേ? തുറക്കണമേ. എന്നാൽ എന്ത് ചെയ്യും? എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. അതെന്തിനാണ് അർത്ഥമാക്കുന്നത്? ആരാധനയാണ്. എന്തുകൊണ്ട് ആരാധിക്കാൻ കഴിയുന്നില്ല? വേറെ എല്ലായിടത്തും മുമ്പ് നമുക്കൊക്കെ പല എന്തുണ്ട് രീതിയിലെ ശബ്ദങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവസന്നിധിയിൽ ഒരു സ്തോത്രം പറയാൻ പോലും പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. നിന്റെ നീതിയെക്കുറിച്ച് പ്രസ്താവിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യട്ടെ? എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും, ആരാധനയെ. ഹല്ലേലൂയ. അപ്പോൾ പാപത്തിൽ അടയ്ക്കപ്പെട്ട അധരത്തെ ദൈവം തുറക്കാത്ത പക്ഷം ആരാധന എന്ത് ചെയ്യത്തില്ല, വെളിപ്പെടില്ല. അല്ലാതെ ഒരു ദൈവദാസൻ നിന്ന് അല്ലെങ്കിൽ പാസ്റ്റർ നിന്ന് ഇവിടെ അല്ലേ ശുശ്രൂഷിക്കുന്ന ഞാനാകട്ടെ എന്നുകൊണ്ട് ആരാധന വെളിപ്പെടട്ടെ എന്ന് പറഞ്ഞാലൊന്നും എന്ത് ചെയ്യത്തില്ല, വെളിപ്പെടില്ല. കൊള്ളാലോ, എന്നാ വെളിപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുമോ? ഇല്ല. ഗ്ലോറി ടു ഗോഡ്. മനസ്സിലാകുന്നുണ്ടോ? എന്തുമാത്രം പിശാച് എത്ര ട്രിക്കിയാണെന്നറിയാം. ഹല്ലേലൂയ. 16 വാക്യത്തിൽ നിങ്ങൾ നോക്കൂ. ഹനനയാഗം നീ എന്ത് ചെയ്യുന്നില്ല, ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അർപ്പിക്കും. എന്തിനാണ്? കൊലപാതകത്തിനും വ്യഭിചാരത്തിനും പ്രമാണത്തിൽ ഹനനയാഗം എന്ത് ചെയ്തിട്ടില്ല, അർപ്പിച്ചാൽ വിടുതൽ കിട്ടുമെന്ന് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. എന്ത് ചെയ്തേ പറ്റൂ? കല്ലെറിഞ്ഞ് കൊല്ലണം. ഒരു രാജാവായിട്ടിരിക്കുമ്പോൾ ആ ദേശനിവാസികൾ ആരെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ രാജാവ് പറയുന്ന കാര്യമാണ് ആ
കുറ്റം ചെയ്ത ആളിന് എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കുന്നതെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ രാജസിംഹാസനത്തിൻ്റെ മുമ്പിൽ ഒരു രാജാവ് പിടിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ പ്രമാണത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കല്ലെറിഞ്ഞു കൊല്ലണം. ഇപ്പൊ ദാവീദ് രക്ഷപ്പെടാനായിട്ടുള്ള പഴുത് നോക്കുകയാണ്. ഹനനയാഗം നീ ഇച്ഛിച്ചുവെങ്കിൽ ഈ വിഷയത്തിന്, ഇതിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് ഞാൻ രക്ഷ പ്രാപിക്കേണ്ടുന്നതിന് ഞാൻ അർപ്പിക്കുമായിരുന്നു. രണ്ടാമത് പറയുന്നു, ഹോമയാഗത്തിൽ നിനക്കെന്തല്ല? പ്രസാദമല്ല. ഇല്ലെങ്കിൽ ഞാൻ 1,00,000 കാളയെ ഞാൻ കൊണ്ടുവന്ന് എന്ത് ചെയ്തേനെ? ഞാൻ വിടുതൽ പ്രാപിച്ചനെ. നിയമം എന്താണ് പറയുന്നത്? രാജാവായിരുന്നാലും കിങ്കരനായിരുന്നാലും എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞു കൊല്ലണം. തൻ്റെ ഉള്ളം എന്ത് ചെയ്തു? പെടച്ചു. കാര്യം പത്തായത്തിനകത്ത് വീഴുന്ന ഒരു എലിയെ പോലെ താൻ എന്ത് ചെയ്തു? പെട്ടു. പാപം അവസാനം എന്ത് ചെയ്തു? ശിക്ഷാവിധി എന്നുള്ള കൂട്ടിനകത്തോട്ട് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഇനി അടുത്ത് എന്ത് ചെയ്തേ പറ്റൂ? ആ സന്ദർഭത്തിലാണ് അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എന്താ? ഹൃദയം നുറുങ്ങിപ്പോയി. ഹല്ലേലൂയ. തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, കേൾവി നഷ്ടപ്പെട്ടു, അസ്ഥികൾ ഒടിഞ്ഞു, ഹൃദയം നഷ്ടപ്പെട്ടു, മനസാക്ഷി ചത്തു, ആത്മാവ് നഷ്ടപ്പെട്ടു, നാവെടുക്കാൻ വഹിയാതെ, അധരങ്ങൾ തുറക്കാൻ വഹിയാതെ പാപം ദാവീദിനെ ഒരു ചാവിള്ളയെ പോലെ ആക്കി കളഞ്ഞു. മനസ്സിലായോ? ജനത്തിൻ്റെ മുമ്പിൽ രാജാവും ദൈവത്തിൻ്റെ മുമ്പിൽ ചാവിള്ളയും. അങ്ങനെ ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കയ്യോടുകൂടി ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ എന്ത് ചെയ്തു? പിടിച്ചോണ്ടു. പക്ഷെ ആ സ്ത്രീയെ കർത്താവ് എന്ത് ചെയ്തു? വിടുവിച്ചു. ദാവീദ് ആയിരുന്ന കാലഘട്ടത്തിലും 1000 വർഷം കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ദൈവപുത്രനായ ക്രിസ്തു. ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ഈ പാപം ചെയ്ത പ്രവൃത്തി എന്ത് ചെയ്യണം? ശിക്ഷാവിധി എന്താണ്? കല്ലെറിഞ്ഞു കൊല്ലണം. തനിക്ക് ഈ പറഞ്ഞ പോലെ പത്തായത്തിനകത്ത് വീഴുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് എന്ത് ചെയ്യുന്നില്ല? തനിക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. അന്നേരം എന്ത് ചെയ്തു? 1000 വർഷത്തിനപ്പുറം വരാനുള്ള, തന്നിലൂടെ തന്നെ വരുന്ന പുത്രനായ ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ താൻ അവകാശമാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ഹൃദയം എന്ത് ചെയ്തു? നുറുങ്ങി. പലപ്പോഴും ഈ വാക്യങ്ങൾ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ വിടിവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചെറിയ ചെറിയ വിഷയങ്ങളിലെ ഹൃദയ നുറുക്കത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണോ? പാപബോധം കൊണ്ട്, പാപഭാരം കൊണ്ട് ദൈവത്തോടുള്ള ബന്ധം പുലർത്താൻ കഴിയാതെ, ഈ പാപത്തിനുള്ള പരിഹാരം നടത്തിയെടുക്കാൻ യാതൊരു മാർഗവും കഴിയാതെ വന്നപ്പോൾ, താൻ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പ് വന്നപ്പോൾ തൻ്റെ ഹൃദയം എന്ത് ചെയ്തു? പെടച്ചു. മനസ്സിലായോ? ഹൃദയം നുറുങ്ങിപ്പോയി. ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷ പ്രാപിക്കും? വിശ്വാസം 1000 വർഷത്തിനിപ്പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് താൻ മനസ്സിലാക്കുന്നു, 17ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്. എന്താണ് തകർന്നിരിക്കുന്ന മനസ്സ്? പാപബോധം നിമിത്തം തകരണം, അനുതാപം കൊണ്ട് തകരണം, ചെയ്തു പോയ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തരുമ്പോൾ ഹൃദയം നുറുങ്ങണം. ഹനനയാഗം പുറത്ത് നടക്കുമ്പോൾ പാപബോധത്താൽ ഹൃദയത്തിൽ നടക്കുന്ന ഒരു യാഗം അവിടെ ഉണ്ടാകണം. ആ യാഗമാണ് കാൽവറി ക്രൂസിലെ ക്രിസ്തു നമുക്ക് ഒരുക്കി തന്ന യാഗം. ഇന്നത്തെ വിശ്വാസികൾ ഇത് അവകാശമാക്കാതിരിക്കുമ്പോൾ, ഇന്നേക്ക് 3000 വർഷം പുറകിൽ ജീവിച്ചിരുന്ന ദാവീദ് യേശു ക്രിസ്തുവിലൂടെയുള്ള പാപക്ഷമ വിശ്വാസത്താൽ ദാവീദ് അവകാശമാക്കി. മനസ്സിലാകുന്നുണ്ടോ? യേശു വന്നിട്ട് 2000 വർഷത്തോളം ഈ സന്ദേശങ്ങൾ, രക്ഷയുടെ ദൂതുകൾ, പാപമോചനത്തിൻ്റെ ദൂതുകൾ പ്രസംഗിച്ചിട്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നില്ല? മനസ്സിലാവുന്നില്ല. കർത്താവ് വരുന്നതിന് 1000 വർഷം പുറകിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ദൈവം കൊടുത്ത പ്രമാണപ്രകാരം പത്തായത്തിനകത്ത് അകപ്പെട്ടുവെങ്കിലും അതിനകത്തു നിന്ന് വിടുതൽ പ്രാപിപ്പാൻ തൻ്റെ അന്തരാത്മാവിൽ ദൈവം കൊടുത്ത പാപബോധത്തിലൂടെ ദൈവം ഒരുക്കുന്ന രക്ഷാപദ്ധതി, ഹനനയാഗം കൊണ്ടോ ഹോമയാഗം കൊണ്ടോ പദ്ധതി നടക്കാതിരിക്കുമ്പോൾ അനുതാപത്തോടെ ഹൃദയ നിറുക്കത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതിൽ നിന്ന് വിടിവിക്കുന്നവൻ തനിക്കും 1000 വർഷം ശേഷം വരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്തു? തനിക്ക് ബോധ്യമായി. താനതോടെ ഏറ്റുപറയാണ്, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ എന്ന് പറയുന്നത് തകർന്നിരിക്കുന്ന മനസ്സ്, പാപബോധം കൊണ്ട് തകർന്നിരിക്കുന്ന മനസ്സിനകത്തൊരു യാഗം നടക്കും. അവൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തുവിലൂടെയുള്ള യാഗം
തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ, എന്തിനു വേണ്ടിയുള്ള ഹൃദയ നുറുക്കമാണ്? ചില വിഷയങ്ങൾക്ക് വേണ്ടി തകർന്നു നുറുങ്ങിയിരിക്കുകയാണ് ഞാൻ. നീ എന്ത് ചെയ്യത്തില്ല, നിരസിക്കുകയില്ല എന്ന് പറയുന്നല്ല, അതല്ല വിഷയം. അത് നടക്കും. ചിലപ്പോൾ ഇവിടെ നമ്മളെ ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന ചില കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നേരിടേണ്ടി വന്നെന്നിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുതപിച്ച് തകർന്ന് നുറുക്കത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ടേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വരുന്ന ഏതൊരു മനുഷ്യനെയും യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ വചനത്താൽ, ജീവൻ്റെ കൃപകളാൽ, ക്രൂശിനാൽ, പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിപ്പാനും നീതീകരിപ്പാനും അവൻ ശക്തനാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 16:8 വാക്യത്തിൽ അവൻ വന്ന്, ആര് വന്ന്? പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. ഈ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഹൃദയം എന്ത് ചെയ്യുന്നത്? തകർന്ന് നുറുകുന്നത്. ദാവീദിന് ഈ തകർച്ചയും നുറുക്കം എങ്ങനെ ഉണ്ടായി? നാഥാം പ്രവാചകൻ നിമിത്തം. ഞാൻ പറയട്ടെ, ഇതുപോലുള്ള പ്രവാചകന്മാർ ഇന്നും വരണം. വരാത്തിടത്തോളം കാലം ദൈവസഭകളിൽ ജനത്തിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ അനുതപിച്ച് നുറുങ്ങത്തില്ല. അനുതപിച്ച് നുറുങ്ങാത്തിടത്തോളം കാലം, നേരത്തെ വായിച്ചതുപോലെ, ഒരു രാജാവ് ജനത്തിൻ്റെ മുമ്പിൽ, രാജാവ് ദൈവത്തിൻ്റെ മുമ്പിൽ ചാവും. കണ്ണില്ല, കാഴ്ചയില്ല, കേൾവിയില്ല, അസ്ഥികളൊടിഞ്ഞ് ഹൃദയവും മനസാക്ഷിയും ചത്ത്, ആത്മാവ് നഷ്ടപ്പെട്ട്, നാവ് എടുക്കാൻ പറ്റാതെ, അധരങ്ങൾ തുറക്കാൻ പറ്റാതെ, എല്ലാം അടഞ്ഞ അവസ്ഥയിൽ, ജീവനറ്റ അവസ്ഥയിലായിപ്പോയി. ആ അവസ്ഥയിൽ നിന്ന് ഗ്ലോറി ടു ഗോഡ്, താൻ വിടുതൽ കർത്താവിലൂടെ എന്ത് ചെയ്യുന്നു? പ്രാപിക്കുന്നു. യോഹന്നാൻ 6:37 വായിക്കുന്നു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. ന്യായപ്രമാണം ശിക്ഷാവിധി കൊണ്ടുവരുന്നു. കർത്താവിൻ്റെ അടുക്കൽ അനുതാപത്തോടെ വരുന്നവനെ കർത്താവ് തള്ളിക്കളയില്ല. യെശയ്യാവ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, നിന്റെ പാപം കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന കർത്താവ്. മീഖായുടെ പുസ്തകം 7-ാം വാക്യം വായിക്കുമ്പോൾ, അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വച്ചുകൊള്ളുകയില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. ഇന്ന് ദൈവത്തിൻ്റെ ദയയിൽ നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ നാളെയല്ല നമ്മൾ കർത്താവിൻ്റെ മഹിമ കാണുന്നത്, ഇന്ന് കാണാൻ കഴിയും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് തൻ്റെ ജീവിതത്തിൽ, തൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതി 32-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? ഞാൻ ചോദിക്കട്ടെ, ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ലംഘനം ക്ഷമിക്കപ്പെടുമോ? പാപം മറയ്ക്കപ്പെടുമോ? അപ്പോൾ ദാവീദ് എങ്ങനെ എഴുതി? ലംഘനം എവിടെ മറയ്ക്കുന്നത് താൻ കണ്ടു? ക്രിസ്തുവിൽ മറയ്ക്കുന്നത് ദാവീദ് ആത്മാവിൽ കാണുകയാണ്. ഹല്ലേലൂയ. ലംഘനം ക്ഷമിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണോ ദാവീദ് ജീവിച്ചത്? കല്ലെറിഞ്ഞു കൊല്ലണം. പക്ഷെ ഇവിടെ ദാവീദ് ആത്മാവിൽ ആരെ ദർശിച്ചു? തന്നിലൂടെയുള്ള തൻ്റെ പുത്രനെ. ഹല്ലേലൂയ. കണ്ടിട്ട് താൻ എന്ത് ചെയ്യുന്നു? ലംഘനം എവിടെ ക്ഷമിച്ചു? ക്രൂശിൽ. പാപം എവിടെ മറച്ചു? ക്രിസ്തുവിൽ. മത്തായി എഴുതിയ സുവിശേഷം 1-ാം വാക്യത്തിൽ, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുക കൊണ്ട് നീ അവനെ യേശു എന്ന് പേർ വിളിക്കണം. എന്തിനാ യേശു വന്നേ? ലോകപരമായിട്ടുള്ള ബാക്കിയുള്ള ബ്ലെസ്സിങ്സ് ആണോ ഇവിടെ പറയുന്നത്? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കാൻ അവൻ യേശു എന്ന് പേർ വിളിക്കണം. യേശു എന്ന പേർ കൊണ്ട് എന്താണ് അർത്ഥമാകുന്നത്? ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവൻ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് ദാവീദ് പറയുന്നു, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 1 യോഹന്നാൻ 1:9 വാക്യത്തിൽ അവിടെ പറയുന്നു, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്.
അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു തന്നെ. അതുകൊണ്ട് മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 15:3 അവിടെ വായിക്കുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:21 വാക്യത്തിൽ പാപം അറിയാത്തവനെ ക്രിസ്തു എന്ത് ചെയ്തില്ല? പാപം അറിഞ്ഞവനല്ല, അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. അവനിൽ പാപമില്ല. പാപം അറിയാത്തവനെ നാം അവനിൽ, ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടുന്നതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നമ്മുടെ പാപം അവൻ്റെ മേൽ എന്ത് ചെയ്തു? ചുമത്തപ്പെട്ടു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്തിൽ പാപക്ഷമയ്ക്കും പാപമോചനത്തിനും ഒരു ഉറവ തുറന്നിരിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു തന്നെ. അതുകൊണ്ട് മറച്ചു വയ്ക്കുന്നവന് ഹല്ലേലൂയ ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നമ്മൾ എന്തിനെ ആശ്രയിക്കുകയാണ്? കരുണയിൽ ആശ്രയിക്കും. കർത്താവേ, ഞങ്ങൾ അങ്ങേ കാണട്ടെ, ഞങ്ങൾ അവിടുത്തെ കേൾക്കട്ടെ, ഞങ്ങൾ അവിടുത്തെ ധ്യാനിക്കട്ടെ. നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രവർത്തികൾ അത് ഒടിഞ്ഞ അസ്ഥികളെ പോലെയല്ല, ഉല്ലസിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യട്ടെ. ദൈവരാജ്യത്തിൻ്റെ പണി ഞങ്ങൾ ഉല്ലാസത്തോടെ ചെയ്യട്ടെ. ദൈവസഭയുടെ പണി ഞങ്ങൾ ഉല്ലാസത്തോടെ ചെയ്യട്ടെ. ഹല്ലേലൂയ. സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഹല്ലേലൂയ. ശൗലിൻ്റെ മേൽ വ്യാപരിക്കുന്നത് പോലെയല്ല, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ തരണമേ. കർത്താവേ, നിന്നെ ആരാധിപ്പാൻ, നിന്റെ നീതിയെ പ്രസ്താവിപ്പാൻ എൻ്റെ നാവിലെ കെട്ടുകളെ നീ പൊട്ടിക്കണം. നിനക്ക് വേണ്ടി എൻ്റെ അധരങ്ങളെ തുറക്കുവാൻ നിൻ്റെ അഭിഷേകത്തെ എന്നിൽ തരണമേ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുതാപത്തോടെ, ഭക്തനായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകളിൽ താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ കുറ്റപത്രം താൻ നിരത്തി വെച്ച് താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആവശ്യപ്പെടുന്നു, അതെല്ലാം മായ്ച്ചു കളയണമേ. ഗ്ലോറി ടു ഗോഡ്. അവിടെ അന്ന് ഈ സോപ്പ് തണ്ടുകൊണ്ട് മായ്ച്ചു കളയാൻ പറയും. നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നത് യേശുവിൻ്റെ രക്തത്താൽ മായ്ച്ചു കളയണമേ. ഹല്ലേലൂയ. ഒരു പെൻസില്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, കൊണ്ട് എഴുതുന്നത് ഒരു റബ്ബർ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മായ്ച്ചു കളയാൻ പറ്റും. കർത്താവേ, ഞങ്ങളും തെറ്റിപ്പോയിട്ടുണ്ട്, എന്നാലോ ഞങ്ങൾ തെറ്റുകളെ മായ്ച്ചു കളയുന്ന യേശുവിൻ്റെ രക്തം ഇന്ന് മായ്ച്ചു കളയുമ്പോൾ എല്ലാത്തിനൊരു മാറ്റമുണ്ടാകും. പ്രിയമുള്ളവരെ, വേറെ ആരുമല്ല മാറേണ്ടിയത്, ഞാനാണ് മാറേണ്ടത്. വേറെ ആരുമല്ല കഴുകപ്പെടേണ്ടിയത്, ഞാനാണ് കഴുകപ്പെടേണ്ടത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ യഥാസ്ഥാനപ്പെടുമ്പോൾ കർത്താവിൻ്റെ മഹിമ സഭയിൽ വെളിപ്പെടും, കുടുംബങ്ങളിൽ വെളിപ്പെടും, ദേശത്തിൽ വെളിപ്പെടും. ഇതാ ഭക്തനായ ഒരു മനുഷ്യൻ നമ്മുടെ ഭവനത്തിന് മുമ്പിൽ എന്ത് ചെയ്യുന്നു? പോവുകയാണ്. അവൻ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ അറിയുന്നു. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ മക്കൾ, വിശുദ്ധീകരണം പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ദേശത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ജനം പറയണം, ഇത് ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്.